ഒരുമിച്ച് ആരാധിക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ താല്പര്യപ്പെടുന്നു. കൃത്യകാര്യങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കപ്പെടാം. തിരുമേശ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന യേശുകർത്താവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള ചിന്തകളാണല്ലോ. യേശുകർത്താവിനെ ബർബ്ബാസിനെ വിട്ടുതരിക എന്ന് പറഞ്ഞ യഹൂദന്മാർ യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്ത ഭാഗം വരെയാണ് നാം ചിന്തിച്ചതെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾക്ക് ബർബ്ബാസിനെ മതി, കൊലയും കുറ്റവും ചെയ്ത ബർബ്ബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക, നീതിമാനായിരിക്കുന്ന ഒരു കുറ്റവും കാണുന്നില്ല എന്ന് ന്യായാധിപൻ പിലാത്തോസ് തന്നെ വിധി പറഞ്ഞ ഹല്ലേലൂയ അവനെ ക്രൂശിക്കുക എന്ന യഹൂദന്മാർ ഉറക്കെ നിലവിളിക്കുന്നത് നാം കാണുകയുണ്ടായി. പിന്നീട് നാം ആ ഭാഗം വരെയാണ് ചിന്തിച്ചത് ഞാൻ ധരിക്കുന്നു. പിന്നീട് യേശുകർത്താവിന്റെ ക്രൂശ് ചുമന്നുകൊണ്ടുള്ള യാത്രയാണ് തുടർന്ന് ദൈവജനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിലാത്തോസിന്റെ കൽപ്പന മുതൽ ഗോൽഗോഥ മലമുകൾ വരെയുള്ള ഒരു യാത്ര യേശുകർത്താവിന് ഉണ്ടായിരുന്നു. കുരിശ് ചുമന്നുകൊണ്ടുള്ള ഒരു യാത്ര ഏകദേശം 2 കിലോമീറ്ററാണ് ആ ദൂരം ഉണ്ടായിരുന്നത്. ഭാരമേറിയ ഒരു കുരിശ് തന്റെ ചുമലിൽ പടയാളികൾ വെച്ചു കൊടുക്കുകയും നടക്കാത്തതിനാൽ വീണ്ടും അടിക്കുകയും ശരീരത്തിൽ മുറിവുകൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യം. സൈന്യാധിപന്മാർ കുറച്ച് ധൃതിയിലായിരുന്നു. കാരണം അടുത്ത ദിവസം ശബത്താണ്. അതിനു മുമ്പ് ക്രൂശീകരണം സംഭവിച്ചിരിക്കണം. ശബത്ത് ദിവസത്തിൽ ക്രൂശീകരിക്കാനായി പാടില്ല. അതുകൊണ്ട് അവർ എത്രയും പെട്ടെന്ന് യേശുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി ബന്ധപ്പെടുന്നത് കാണാൻ കഴിയുന്നു. 2 കിലോമീറ്ററോളം ഒരു യാത്ര അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുകർത്താവ് ക്രൂശ് ചുമന്നുകൊണ്ട് രക്തം പൊട്ടി, രക്തധമനികൾ പൊട്ടി, മുറിവ് ഉണ്ടായി, ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകിക്കൊണ്ട് നടക്കുന്ന യേശുവിനെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. അവർ യേശുവിനെ കയ്യേറ്റി തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം കൂടെ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 6-ാമത്തെ വാക്യം. അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും താൻ എടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. യേശുകർത്താവിന്റെ ക്രൂശീകരണം പൊരുളാണെങ്കിൽ അതിന്റെ നിഴലാണ് അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്ന ആ പഴയ നിയമഭാഗം. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസ്ഹാക്ക് ആ വിറകെടുത്ത് തന്റെ ചുമലിൽ വെച്ചതുപോലെ യേശുകർത്താവ് പുതിയ നിയമത്തിൽ ക്രൂശീകരിക്കേണ്ടതായ ആ ക്രൂശ് തന്റെ ചുമലിൽ വെച്ച് യാത്ര ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമത്തിൽ ഇസ്ഹാക്ക് യാഗമായി ദൈവങ്ങളിൽ സമർപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ യാഗത്തിനായി ഒരുക്കപ്പെടുന്നത് പൊരുളായി നിഴലായിരിക്കെ പൊരുളായ ക്രിസ്തു വിറകെടുത്തതിന് പകരം ചുമലിൽ ക്രൂശെടുത്ത് യാത്ര ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അനവധി അടികൾ കർത്താവ് കൊണ്ടു. അതിലുപരിയായി താൻ ഭക്ഷണം കഴിച്ചിരുന്ന പെസഹായുടെ അത്താഴത്തിന് ശേഷം ഒരു തുള്ളി വെള്ളം കുടിക്കാതെ, ഒരു ഭക്ഷണവും കഴിക്കാതെ താൻ ഈ കഷ്ടതകളിൽ കൂടെ ഒക്കെ കടന്നു പോകുന്നത് കാണുവാൻ കഴിയും. ഒരു സമയം പോലും കർത്താവ് ഭക്ഷണം കഴിച്ചിരുന്നില്ല പെസഹ അത്താഴത്തിന് ശേഷം. അത്രയ്ക്ക് ശാരീരികമായ ക്ഷീണമുണ്ട്. പടയാളികളുടെ അണികൾ കൊണ്ട് കൽപ്പനകളിൽ മാറി മാറി വിധിക്കപ്പെട്ടു. നിരവധി കോടതികൾ അവരെ വിധിക്കുവാനിടയായി നാം പഠിച്ചു. അങ്ങനെ വളരെയധികം ശാരീരിക ക്ഷീണത്തിലൂടെയാണ് കർത്താവ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിനെ ക്രൂശെടുക്കുവാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നതും മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് നടക്കാത്തതുകൊണ്ടും അവർ സമയം പോകുന്നത് കൊണ്ടും പടയാളികൾ അവനെ ആഞ്ഞടിക്കുന്നത് വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഈ ക്രൂശീകരണം റോമൻ സമ്പ്രദായ പ്രകാരം ഏറ്റവും നീചമായ ഒരു മരണശിക്ഷയാണ്. പഴയ നിയമത്തിൽ നാം പഠിക്കുമ്പോൾ കല്ലെറിഞ്ഞു കൊല്ലുന്നതാണ് ഒരു മരണശിക്ഷ. എന്നാൽ അതിനേക്കാൾ നീചമായ ഒരു മരണശിക്ഷയാണ് റോമൻ ഗവൺമെന്റ് കൊണ്ടുവന്നത് ക്രൂശീകരണം എന്ന് പറയുന്നത്. എന്നാൽ യഹൂദ നിയമപ്രകാരം
ഒരുവനെ കൊല്ലുന്നത് ഒരിക്കലും പട്ടണത്തിൽ വെച്ച് ആയിരിക്കാൻ പാടില്ല എന്നവർക്ക് നിർബന്ധമുണ്ട്. പട്ടണം അശുദ്ധമാക്കപ്പെടുന്നത് കൊണ്ട് കുറ്റം ചെയ്ത വ്യക്തി നിമിത്തം, കുറ്റവാളി നിമിത്തം, അവന്റെ മരണം നിമിത്തം ഒരായിരിക്കുന്ന പട്ടണം അശുദ്ധമാക്കപ്പെടുന്നത് കൊണ്ട് പട്ടണത്തിന് പുറത്ത്, പാളയത്തിന് പുറത്തായിരിക്കണം ക്രൂശീകരണം സംഭവിക്കേണ്ടതെന്ന് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു നിയമം അവരുടെ നടുവിൽ ഉണ്ടായിരുന്നു. ലേവ്യ പുസ്തകത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നത് ലേവ്യ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. ശേഷം സഭയൊക്കെ അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് മുമ്പ് അവനെ പാളയത്തിന്റെ പുറത്ത് കൊണ്ടുവരണം. പട്ടണം അശുദ്ധമാകാൻ പാടില്ല, പാളയത്തിന് പുറത്ത് കൊണ്ടുവരണം. അതുകൊണ്ടാണ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത് ഗൊൽഗോഥാ മലമുകൾ വരെ കർത്താവിനെ കൊണ്ടുപോകുവാനായിട്ട് ഇടയായിത്തീർന്നത്. കാരണം ക്രൂശീകരണം വളരെ നിന്ദ്യമായ ഒരു ശിക്ഷയായിരുന്നു. ജനത്തിന് മുമ്പിൽ പെടുവാൻ പോകുന്ന വ്യക്തിയെ തൊടാൻ പോലും, അവരുടെ വസ്ത്രത്തിൽ പോലും തൊടാൻ പോലും ജനം മടിച്ചിരുന്നത് കാണാൻ, യഹൂദന്മാർ മടിച്ചിരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ എബ്രായരുടെ ലേഖനകർത്താവ് 13-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ ഒരു കാര്യം പ്രസ്താവിക്കുന്നത് കാണാൻ കഴിയും. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 12 മുതൽ അങ്ങനെ യേശു സ്വന്തം രക്തത്താൽ ജനത്തെ ശുദ്ധീകരിക്കേണ്ടതിന് പട്ടണവാതിൽക്കലിന്റെ പുറത്തു വച്ച് കഷ്ടം അനുഭവിച്ചു. യഹൂദ നിയമപ്രകാരം പട്ടണത്തിന് പുറത്താണ് കഷ്ടം അനുഭവിക്കേണ്ടത്. യേശു കർത്താവ് തന്റെ രക്തം ചിന്തി, സ്വന്തം രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് ലഭിക്കേണ്ടതിന് അവൻ പട്ടണത്തിന് പുറത്ത്, പട്ടണവാതിൽക്കൽ അവൻ കഷ്ടം സഹിപ്പാനിടയായി. വായിച്ചാലേ, ആകയാൽ നാമും അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹൂദന്മാരെ ഒറ്റപ്പെടുത്തി, ദേവാലയങ്ങളെ പുറത്താക്കി, മഹാപുരോഹിതന്മാരെ ഒറ്റപ്പെടുത്തി പാളയത്തിന് പുറത്തേക്ക് കർത്താവ് പോകുവാനിടയായി തീർന്നു. ഇവിടെ കർത്താവ് പറയാണ്, നീയും പാളയത്തിന് പുറത്തേക്ക് പോവുക. കർത്താവില്ലാത്ത ദേവാലയം എന്തിന്? കർത്താവില്ലാത്ത മഹാപുരോഹിതന്മാരെന്തിന്? നാം എന്തുകൊണ്ടാണ് സമുദായ സഭകൾ വിട്ടത്? കർത്താവില്ലാത്ത മഹാപുരോഹിതന്മാർ, കർത്താവില്ലാത്തൊരു ദേവാലയം, കർത്താവിന്റെ രക്തത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ആരാധന. അതുകൊണ്ട് കർത്താവ് പറയാണ്, അവൻ പട്ടണവാതിൽക്കൽ പുറത്തു വച്ച് കഷ്ടം സഹിച്ചതുപോലെ നീയും പാളയത്തിന് പുറത്തു പോവുക. അവന്റെ നിന്ന ചുമന്നുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച നിമിത്തം നിന്ന അനുഭവിച്ചവരില്ലേ? ഭവനങ്ങളിൽ നിന്ന് തള്ളപ്പെട്ടവരില്ലേ? സാമുദായിക സഭകളിൽ നിന്ന് പുറത്താക്കിയവരില്ലേ? അപ്പനും അമ്മയും ഉപേക്ഷിച്ചവരില്ലേ? എന്താ കാരണം അറിയാം? ഒരുവൻ നമുക്ക് വേണ്ടി തന്റെ രക്തം ചിന്തി പാളയത്തിന് പുറത്ത്, പട്ടണത്തിന് വെളിയിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട്, നിന്ന അനുഭവിച്ചതുകൊണ്ട് അവന്റെ നിന്ന ചുമക്കാൻ വിളിക്കപ്പെട്ടവനാണ് നാം. ഒരു ഭാഗത്ത് നാം അവനെ നിന്ന ചുമക്കുമ്പോൾ അവൻ ഒരിക്കലാൽ ഉയർത്തെഴുന്നേറ്റതുപോലെ ഒരു ഉയർപ്പിന്റെ ആഘോഷവും അവനെ വിശ്വസിക്കുന്നവരിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 32 വായിക്കാൻ മാത്രമേ നമുക്ക് സമയമുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സമയമില്ല. മത്തായിയുടെ സുവിശേഷം 27-ന്റെ 32. കുറേനക്കാരനെ കണ്ടു, അവനെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. മതി. ആരും കർത്താവിനെ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ, യഹൂദന്മാർ അവനെ നിന്ദ്യനായി കണ്ടപ്പോൾ, കുറേനക്കാരനായ ശിമോൻ യേശു കർത്താവിന്റെ ക്രൂശ് ചുമപ്പാൻ അവനെ സഹായിക്കുന്നു. അവൻ വയലിൽ കൃഷി ചെയ്യുന്നവനായിരുന്നു, വയലിൽ കയറി വന്നവനായിരുന്നു. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരുപാട് നമ്മുടെ മുമ്പിൽ സമയമില്ല. വയലിൽ കൃഷി ചെയ്യുന്നവൻ കൃഷി കഴിഞ്ഞ് ക്ഷീണത്തോടെ കയറി വന്നവനാണ്. അവനെ നിർബന്ധിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ അറിഞ്ഞുകൊണ്ട് ആഗ്രഹത്തോടെ വന്ന് യേശു കർത്താവിന്റെ ക്രൂശ് പിടിച്ചതല്ല. പട്ടാളക്കാർ, ന്യായാധിപന്മാർ അവനെ നിർബന്ധിച്ച നിമിത്തം യേശു കർത്താവിന്റെ ക്രൂശ് അവൻ വഹിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. റോമൻ ഗവൺമെന്റ് പട്ടാളക്കാർക്ക്
വളരെയധികം സ്വാധീനമുള്ളവരാണ്, കരുത്തുള്ളവരാണ്. അവർ പറയുന്ന ഓരോ പദങ്ങളും അനുസരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എത്ര കഷ്ടതയുടെ നടുവിലാണെങ്കിലും അവൻ ആ യേശു കർത്താവിനെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചപ്പോൾ അതിന് തയ്യാറായി കാണുകയും അതിന് നിർബന്ധത്താലാണ് കുറേക്കാരനായ ശിമോൻ ക്രൂശ് ചുമന്നതെങ്കിലും പിന്നത്തേതിൽ അവൻ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ചിന്തിക്കണം മുഴുവൻ സമയമില്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവിനെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധത്താലാണെങ്കിലും അവൻ തയ്യാറായെന്ന് നമുക്ക് കാണാൻ കഴിയും. ലിബിയ എന്ന പട്ടണമാണ് ഖുറേന അതിൻ്റെ തലസ്ഥാനമാണ്. ലിബിയ എന്ന പട്ടണത്തിലെ ഖുറേന അതിൻ്റെ തലസ്ഥാനമാണ്. യഹൂദ ജനത്തിനായി ഇസ്രായേൽ രാജാവ് ഒരു കോളനി ഒരുക്കുകയും 1,00,000-ലധികം യഹൂദന്മാരെ അവിടെ പാർപ്പിക്കുകയും ചെയ്തു. അതിനകത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന കൂട്ടരും ഒരുമിച്ച് ചേർന്ന് കൃഷി ചെയ്തിരുന്നു. ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് നീഗർ എന്നൊരു പദം കൂടെ, സംസാരിക്കാനുള്ള സമയമില്ല, നീഗർ എന്നുള്ള ഒരു പദം കൂടെ ഈ ശിമോന് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. നീഗർ എന്ന പദം ഗ്രീക്ക് പദത്തിൽ നിന്നാണ് നീഗ്രോ എന്ന പദം വന്നത്. ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു, അവന് യഹൂദനല്ലായിരുന്നു. എന്നാൽ അവനാണ് കർത്താവിന്റെ ക്രൂശ് ചുമപ്പാനുള്ള ഭാഗ്യം ലഭിച്ചത്. ഹല്ലേലൂയ. കർത്താവിന്റെ ക്രൂശ് അവൻ നിർബന്ധത്താൽ ചുമന്നെങ്കിലും അവന്റെ അമ്മ, അവന്റെ ഭാര്യ, അവന്റെ മക്കൾ അതിനാൽ അനുഗ്രഹിക്കപ്പെട്ടെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയും. ഇന്ന് രാത്രി ഹല്ലേലൂയ എല്ലാ കണ്ണുകളും ദിവസം അടച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സമുദായത്തിന്റെ മുമ്പിൽ, ചുറ്റുപാടുകളുടെ മുമ്പിൽ ഒരു പക്ഷേ നാം കർത്താവിനെ നിന്ന ചുമക്കുന്നവരായി. പെന്തക്കോസ്തുകാരെന്ന് കേൾക്കുമ്പോൾ ചിലർ നെറ്റി ചുളിക്കും, ചിലർ കുറ്റം പറയും. ഹല്ലേലൂയ. ചാർച്ചക്കാർ നമ്മെ ഉപേക്ഷിക്കും. പക്ഷേ പാളയത്തിന് പുറത്ത് അവനെ നിന്ന ചുമന്നുകൊണ്ട്, അവൻ അനുഭവിച്ച അതേ നിന്ന ചുമന്നുകൊണ്ട് അവന് വേണ്ടി ജീവിപ്പാൻ തയ്യാറായിരിക്കുന്ന ഒരു കൂട്ടമാണ്. അവന്റെ ക്രൂശ് വഹിപ്പാൻ അവരോടൊപ്പം ക്രൂശ് ചുമന്ന ഹല്ലേലൂയ കുറേക്കാരനായ ശിമോനെ പോലെ ഹല്ലേലൂയ അവനതുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുകയാണ് ഉണ്ടായത്. അവന്റെ തലമുറകൾ മാനിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇസ്രായേലിന്റെ തലമുറകൾ ഹല്ലേലൂയ കഷ്ടതയിൽ കൂടെ അവനെ ഏൽപ്പിച്ചു കൊടുത്ത ഇസ്രായേലിന്റെ യഹൂദന്റെ തലമുറ പിന്നത്തേതിൽ കഷ്ടത്തിൽ കൂടെ പോയപ്പോൾ അവന്റെ ക്രൂശ് ചുമന്ന കുറേക്കാരൻ അവന്റെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് രാത്രി വിവരങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിനെ നിന്ന ചുമക്കുവാൻ, യേശുവിന് നിമിത്തമുള്ള കഷ്ടത ചുമക്കുവാൻ, അവന്റെ ദുഃഖം ചുമപ്പാൻ ഇന്ന് രാത്രി വിവരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുറവുകളെ ദിവസത്തിൽ നമുക്ക് സമർപ്പിച്ച് ഏറ്റു പറയാം.